രണ്ടാമത്തെ യൂണിറ്റ് ഇന്ത്യാസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, ഇങ്ങനെ രണ്ട് സംഗതികളുണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എല്ലാ വിദേശ ഇടപാടിൻ്റെയും ഒരു രേഖയാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ അതിൻ്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും അതുപോലെ തന്നെ കടർക്കലും കടം വാങ്ങലും അവരുടെ ക്യാപിറ്റൽ ട്രാൻസ്ഫറിങ്ങും എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ രേഖയാണ് അത്. ശരിക്കും അതിൻ്റെ ഒരു അക്കൗണ്ടാണ് ശരിക്കും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് ട്രേഡ് പറഞ്ഞാൽ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ്. ബാലൻസ് ഓഫ് ട്രേഡ് ചിലപ്പോൾ പോസിറ്റീവ് ആകും. ഇമ്പോർട്ടിനേക്കാൾ കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് നടത്തിയാൽ ബാലൻസ് ഓഫ് ട്രേഡ് പോസിറ്റീവ് ആയിക്കാരം. ചിലപ്പോൾ നെഗറ്റീവ് ആവും. നമ്മൾ എക്സ്പോർട്ട് ചെയ്തെങ്കിൽ കൂടുതൽ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ക്യാഷ് ഇവിടുന്ന് പോവുകയാണ് ചെയ്തെങ്കിൽ ബാലൻസ് ഓഫ് ട്രേഡ് നെഗറ്റീവ് ആവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയാൻ കാരണം ഇവിടെ കൊടുത്ത ഡിസ്ക്രിപ്ഷനിൽ ചെറിയ ഒരു രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താണെന്നുള്ളത് ബാലൻസ് ഓഫ് ട്രേഡ് നമ്മൾ ജസ്റ്റ് അവർക്ക് മാറിപ്പോയിട്ടുണ്ട്. എന്തായാലും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പറഞ്ഞാൽ ശരിക്കും റെക്കോർഡാണ്. അതിൽ 3 പുസ്തകങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ 3 അക്കൗണ്ട് ഉണ്ടാവുക. 3 പുസ്തകങ്ങളിൽ 3 അക്കൗണ്ട്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടാകും, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാകും, റിസർവ് അക്കൗണ്ട് ഉണ്ടാകും. ഈ 3 അക്കൗണ്ടിൽ എന്തൊക്കെ എഴുതുക എന്നുള്ള ആദ്യം പഠിക്കണം. ഫസ്റ്റ് വണ്ണിൽ കറണ്ട് അക്കൗണ്ടിൽ ഇന്ത്യ വിദേശ രാജ്യങ്ങളുമായി നടത്തിയ എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടുകൾ ഉണ്ടാവുക, അതായത് നമ്മളെ ഇടപാടുകൾ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്താ ഉണ്ടാവുക? ഇന്ത്യ വിദേശ രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന കടം കൊടുക്കൽ, കടം വാങ്ങൽ, കടം തിരിച്ചടവ്, ക്യാപിറ്റൽ പദ്ധതികൾ ഉണ്ടാവുമല്ലോ. കച്ചവടങ്ങളല്ല, റവന്യൂ അല്ല, ക്യാപിറ്റലായിട്ടുള്ള പണത്തിൻ്റെ വരവും പോക്കും, അതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് നോക്കുക. കറണ്ട് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവുക? ഓൾ മെറ്റീരിയൽ ഗുഡ്സ് എക്സ്പോർട്ടഡ് ആൻഡ് ഇമ്പോർട്ടൻ്റ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഓഫ് ഫോറിൻ കൺട്രീസിലേക്ക് ആളുകൾ അങ്ങോട്ടും ട്രാവൽ ചെയ്തത്, ടൂറിസ്റ്റുകളുടെ വരവ് പോക്ക്, സർവീസിൻ്റെ എക്സ്പോർട്ട്, ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ആളുകൾക്ക് കിട്ടിയ ഇൻകം, ഡൊണേഷൻ, ഗിഫ്റ്റ്, ഗവൺമെൻറ് ട്രാൻസാക്ഷൻ പോലത്താണ് കറണ്ട് അക്കൗണ്ടിൽ ഉണ്ടാകുക. ക്യാപിറ്റൽ അക്കൗണ്ടിലുണ്ടാകുക, അതായത് ഇത് റവന്യൂ വരവും ചിലവാണ് ഇതിലുണ്ടാവുക വിദേശ രാജ്യവുമായി നടന്ന. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗോൾഡ്, ബാങ്ക് ക്യാപിറ്റൽ, ലോണുകൾ, അതുപോലെ തന്നെ ലോണിൻ്റെ റീപേയ്മെൻറ്റ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുക. ആ ക്യാപിറ്റലിൻ്റെ പേര് കാണുമ്പോൾ നമുക്കറിയാം. റിസർവ് അക്കൗണ്ട് എന്നാൽ അത് സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ RBI അവർ സെറ്റിൽ ചെയ്യുന്ന, അവർ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അസറ്റുകൾ റിസർവ് ചെയ്ത് വെക്കും. പലപ്പോഴും നമ്മൾ വിദേശ നാണയമൊക്കെ റിസർവ് ചെയ്ത് വെക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണ് റിസർവ് അക്കൗണ്ടിൽ വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടി എന്നാൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നാഷണൽ ബാങ്കിൻ്റെ, സെൻട്രൽ ബാങ്കിൻ്റെ ആക്ടിവിറ്റീസാണ് ശരിക്കും റിസർവ് അക്കൗണ്ടിൽ വരുന്നത്. അവരിവിടുത്തെ വിദേശ നാണയം ത്തിൻ്റെ ശേഖരം സേഫാക്കാൻ വേണ്ടിയിട്ട് അതിനവർ നടത്തുന്ന പല പല പ്രവർത്തനങ്ങളുണ്ടാകും. അതാണ് ചിലപ്പോൾ അവിടുന്ന് വിദേശ നാണയം കടം വാങ്ങലും സൂക്ഷിച്ച് വെക്കലും പോലത്തെ കുറേ കാര്യങ്ങൾ. അതാണ് റിസർവ് അക്കൗണ്ടിൽ വരിക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ: ഇൻഫ്ലേഷൻ, നാഷണൽ ഇൻകം, ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ, എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ, എഫക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ടിനെ എഫക്റ്റ് ചെയ്യാന്നല്ലേ. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതായത് നാട്ടിലെ പ്രൈസ് ലെവൽ കൂടിക്കഴിഞ്ഞാൽ, ഇവിടെ എല്ലാത്തിനും വില കൂടിക്കഴിഞ്ഞാൽ ആളുകൾ വിദേശത്തു നിന്ന് ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഉള്ളിക്ക് വില കൂടിയപ്പോൾ നമ്മൾ ഇറാനിൽ നിന്ന് ഉള്ളി ഇറക്കണം, അത് ചർച്ച ചെയ്തിരുന്നല്ലോ. അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ നന്നായിട്ട് ബാധിക്കും. ആളുകൾക്ക് വിദേശത്ത് നിന്ന് ഇറക്കുമ്പോൾ ഇവിടുത്തെ പണമൊക്കെ അങ്ങോട്ട് പോകും. നാഷണൽ ഇൻകം, നമ്മുടെ രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടും. സ്വാഭാവികമായിട്ടും അവർക്ക് വിദേശ വണ്ടികളും വിദേശ പ്രൊഡക്റ്റുകളും ഒക്കെ കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇമ്പോർട്ടിങ് വളരെ കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഗവൺമെൻറ് റെസ്ട്രിക്ഷൻ, ഗവൺമെൻറ് എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെയൊക്കെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നോ എത്രത്തോളം റെസ്ട്രിക്റ്റ് ചെയ്യുന്നോ അത് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ ബാധിക്കും. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമുക്ക് അറിയാലോ. പിന്നെ നമ്മളെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് പോലത്തെ, അതുപോലെ ഇൻ്റർനാഷണൽ തലത്തിൽ നടക്കുന്ന ഇടപാടുകൾ എഴുതി വെക്കുന്ന ഒരു ബുക്കാണല്ലോ, റെക്കോർഡാണല്ലോ. അപ്പോൾ ഗവൺമെൻറ് സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടിന് വലിയ ടാക്സ് ചെയ്യുമ്പോഴത്തേ ഇവിടെ ഇമ്പോർട്ട് കുറയും, അപ്പോൾ എക്സ്പോർട്ടാണ് കൂടുതലുണ്ടാവുക. ഓക്കെ. എക്സ്ചേഞ്ച് റേറ്റും നന്നായിട്ട് ബാധിക്കും. ഇപ്പോൾ ഡോളറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് കൂടി. പണ്ട് ഒരു ഡോളർ കൊടുത്താൽ 80 രൂപയായിരുന്നു കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു ഡോളർ കൊടുത്താൽ 100 രൂപ കിട്ടും. അപ്പോൾ ഒരു ഡോളറിന് 100 രൂപ വില ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ ആളുകൾ വിദേശത്തു നിന്ന് അധികം സാധനം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യില്ല. കാരണം ഒരു ഡോളറിൻ്റെ സാധനം കിട്ടാൻ ഇവിടുന്ന് 100 രൂപ കൊടുക്കണം. മുമ്പ് 80 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ആളുകൾ ഇമ്പോർട്ടിങ് കുറയും. നേരെ തിരിച്ചായി കഴിഞ്ഞാൽ, ഡോളറിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ലോണം എക്സ്പോർട്ടിങ്ങും നടക്കും. നെക്സ്റ്റ്
മെത്തേഡ്സ് ഓഫ് കറക്റ്റിംഗ് ദിസ് ഇക്വിലിബ്രിയം ഇൻ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലെ ഡിസ് ഇക്വിലിബ്രിയം, അതൊരു അസന്തുലിതാവസ്ഥ ഉണ്ടാവുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളെ എക്സ്പോർട്ട് കുറയുമ്പോഴാണ്. എക്സ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് വരികയാണ്. അതായത് നമ്മളെ നാണയം വിദേശത്തേക്ക് ഒരുപാട് പോവുകയാണ്, നമ്മളെ പൈസ വിദേശത്തേക്ക് പോവുകയാണ്, വിദേശ കറൻസി നമുക്ക് കൂടുതൽ ആവശ്യം വരികയാണ്. അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് അല്ലാതെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ വിദേശ നാണയം ഇങ്ങോട്ട് വരും, ഇവിടെ സമ്പത്ത് കുന്നുകൂടും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ പൈസക്ക് അങ്ങോട്ട് പോകും, അത് വാങ്ങാൻ നമുക്ക് കുറേ വിദേശ നാണയം വേണം, അതിന് നമ്മളെ പൈസ കുറേ നമ്മൾ ചിലവഴിക്കണം. അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പോൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഇങ്ങനെ തുല്യമായിട്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ പലപ്പോഴും എക്സ്പോർട്ട് കൂടുതൽ വേണം, എന്നാലേ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാവുള്ളൂ. അതില്ലാത്ത സമയത്ത് അതിനെ ഓവർകം ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ ഗവൺമെൻറ് സ്വീകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് RBI ഒക്കെ പലപ്പോഴും സ്വീകരിക്കുന്ന മെത്തേഡാണ് ഒന്ന് മോണിറ്ററി പോളിസി. ദാറ്റ് മീൻസ് ഡിഫ്ലക്ഷൻ. അതായത് പിന്നെ ഡിഫ്ലാഷൻ ഉണ്ടാക്കുക. ഡിഫ്ലാഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിലെ പണപ്പെരുപ്പം, അതായത് പണത്തിൻ്റെ വില കുറയും, വസ്തുക്കളുടെയൊക്കെ വില കുറയും. നമ്മുടെ നാട്ടിലെ സാധനങ്ങൾക്ക് വില കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആളുകൾ ഇവിടുത്തെ ചീപ്പായ സാധനം വാങ്ങും. ഇവിടുന്ന് ഇമ്പോർട്ട് നടക്കില്ല, മറിച്ച് ഇവിടുന്ന് എക്സ്പോർട്ട് നടക്കും. ഇവിടെ ചീപ്പായ സാധനം കിട്ടിയാൽ ആളുകൾ എടുത്ത് വിദേശത്തുണ്ടെങ്കിൽ മറിച്ചിട്ട് പൈസ ഉണ്ടാക്കും. അങ്ങനെ നമ്മുടെ നാട്ടിൽ പണപ്പെരുപ്പം, പണച്ചുരുക്കം ഉണ്ടാക്കുക. എന്നാൽ പണത്തിൻ്റെയൊക്കെ അതായത് ഇവിടുത്തെ വസ്തുക്കളുടെ വില കുറക്കുക. എക്സ്ചേഞ്ച് ഡിപ്രീസിയേഷൻ. എക്സ്ചേഞ്ച് ഡിപ്രീസിയേഷൻ ആണ് മൂല്യത്തകർച്ച. അതായത് ഒരു രാജ്യം അവരുടെ കറൻസി വിദേശ രാജ്യവുമായി ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മൂല്യത്തിൻ്റെ ആ ഒരളവ് തകർന്ന് ഡിക്ലൈൻ ചെയ്യുന്ന, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഡിക്ലൈൻ ചെയ്യുന്ന, തകർന്നു വന്നതിനാണ് എക്സ്ചേഞ്ച് ഡിപ്രീസിയേഷൻ എന്ന് പറയുക. അതിനാരും ചെയ്യേണ്ട, സ്വാഭാവികമായിട്ടും നടന്നോളൂ. അതായത് പിന്നെ ഇന്ത്യ കൂടുതലായിട്ട് വിദേശ നാണയം ആവശ്യമാവുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഒരു ഡിസിക്വിലിബ്രിയത്തിലെത്തുകയാണ്. ഓവറായിട്ട് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ രൂപൻ്റെ വില കുറഞ്ഞോളും. അങ്ങനെ പറ്റ കുറയുമ്പോൾ ആളുകൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ പിന്നെ പതുക്കെ ഇമ്പോർട്ട് കുറഞ്ഞോളും. നെക്സ്റ്റ് ഡി ഇവാലുവേഷൻ. നമ്മളെ ഗവൺമെൻറ് ഇടപെട്ടിട്ട്, അല്ലെങ്കിൽ RBI ഇടപെട്ടിട്ട് നമ്മുടെ പണത്തിൻ്റെ വില, നമ്മുടെ രൂപൻ്റെ വില ഡി ഇവാലുവേഷൻ നടത്തുക. അതായത് ശരിക്കും അങ്ങനെ ഫിക്സഡ് റേറ്റ് ഉണ്ടാകുന്ന സമയത്താണ് ഡീവാലുവേഷൻ്റെ അവസ്ഥ വരിക. അതായത് ഇപ്പോൾ ഫോറിൻ കറൻസി നമ്മുടെ രൂപ ഓവർ വാല്യൂഡാണ് എന്ന് തോന്നുമ്പോൾ, ഇത്ര വാല്യൂ ഒന്നും ഇല്ല കണക്കുപ്രകാരം, ശരിക്കും ഇപ്പോൾ 65 രൂപയാണ് ഒരു ഡോളറിനെങ്കിൽ ശരിക്കും അത്ര വില ഒന്നും ഇല്ല. നമ്മുടെ രൂപക്ക് അത്ര വില ഒന്നുമില്ല. 65 രൂപ കൊടുത്താൽ പോരാ, ഒരു 120 രൂപയെങ്കിലും കൊടുക്കണ ഡോളർ കിട്ടാൻ. അതാണ് അവസ്ഥയെങ്കിൽ അത്ര രൂപൻ്റെ വില ഉള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥ. അത് മുമ്പ് നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുണ്ടാകും. എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കാൻ ഫ്ലോട്ടിംഗ് മെത്തേഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫിക്സഡ് മെത്തേഡ് ഉണ്ട്. ഫിക്സഡ് മെത്തേഡ് ആകുമ്പോഴാണ് നമ്മൾ ഈ ഡീവാലുവേഷനൊക്കെ അപ്ലിക്കബിൾ ആവുക. അപ്പോൾ ഒരു ഡോളറിന് 65 എന്നാണ്, പക്ഷേ അത് ഓവർ വാല്യൂ ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഗവൺമെൻറ് ഇടപെട്ടിട്ട് അതിന് ഡീവാലുവേഷൻ നടത്തും. ഡീവാലുവേഷൻ നടത്തിയുമ്പോൾ അതോട് കൂടിയിട്ട് ഒരു ഡോളർ കിട്ടണമെങ്കിൽ 120, 130 കിട്ടേണ്ടി വരും. നമ്മൾ രൂപൻ്റെ മൂല്യം ഇടിയുമെന്ന് അർത്ഥം. രൂപൻ്റെ മൂല്യം ഇടിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇമ്പോർട്ടാണ് നിൽക്കും, എക്സ്പോർട്ട് കൂടേണ്ടി വരും. അപ്പം ഇക്വിലിബ്രിയത്തിലെത്തും. അതുപോലെ എക്സ്ചേഞ്ച് കൺട്രോൾ. പലപ്പോഴും ഫോറിൻ നാണയത്തിൻ്റെ എക്സ്ചേഞ്ച് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും, അല്ലെങ്കിൽ RBI കൺട്രോൾ ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ച് കൺട്രോൾ അഡോപ്റ്റ് ചെയ്താൽ എല്ലാ എക്സ്പോർട്ടേഴ്സും അവരുടെ കയ്യിലുള്ള ഫോറിൻ ഏണിങ്ങൾ സെൻട്രൽ ബാങ്കിൽ സറണ്ടർ ചെയ്യണം എന്ന് പറയും. അത് നമ്മുടെ കയ്യിൽ തീരെ ഫോറിൻ കറൻസി ഇല്ലാത്ത സമയത്ത് ആണ്, വളരെ റയറിലൊക്കെ എക്സ്ചേഞ്ച് കൺട്രോളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അവനവൻ്റെ കയ്യിലുള്ള വിദേശ നാണയമൊക്കെ ബാങ്കിൽ വെക്കേണ്ട ഒരു അവസ്ഥ വരും. അതോടുകൂടി നമ്മുടെ കയ്യിൽ വിദേശ നാണയം ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിദേശ സാധനങ്ങളുടെ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ വിദേശ നാണയം നമ്മളെ കയ്യിൽ വേണം. അതില്ലാഞ്ഞാൽ ഇമ്പോർട്ട്. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട്, ആളുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് എല്ലാ നാണയവും ഗവൺമെൻറ് ബാങ്കിൽ ഏൽപ്പിക്കണം എന്ന് പറയുന്ന പരിപാടിയാണ് എക്സ്ചേഞ്ച് കൺട്രോൾ. ഫിസിക്കൽ പോളിസി, അതായത് ഇമ്പോർട്ട് ഡ്യൂട്ടി, ഇറക്കുമതിക്ക് നല്ല ടാക്സ് ചുമത്തുക, അപ്പോൾ ആരും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യില്ല. അതുപോലെ ഇമ്പോർട്ട് പോളിസി, ഇറക്കുമതിക്ക് ഇപ്പോൾ ഒരു അളവ് വെക്കുക. ഒരു വർഷം 250 കാർ മാത്രമേ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ കോട്ട വെക്കുക, ഒരു മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ മാക്സിമം ക്വാണ്ടിറ്റി വെക്കുക. മിനിമം അല്ല മാക്സിമം ക്വാണ്ടിറ്റി ഫിക്സ് ചെയ്യുക. ഇത്രയും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് വെക്കുക. അപ്പോൾ ഇമ്പോർട്ട് കുറയും. ഇമ്പോർട്ട് കുറഞ്ഞാൽ തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലാകും. അല്ല, ഇമ്പ്രൂവിങ് എക്സ്പോർട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ, ഇവിടുന്ന് എക്സ്പോർട്ട് നടന്നാലല്ലേ ഇങ്ങോട്ട് വിദേശ നാണയങ്ങൾ ഇങ്ങോട്ട് വരുള്ളൂ. അപ്പോൾ എക്സ്പോർട്ട് നടക്കാനുള്ള ഇമ്പ്രൂവ് ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും
അതിന് പല ഇൻസെൻറ്റീവ്സും എക്സ്പോർട്ടേഴ്സിന് കൊടുക്കുക, അതിനെല്ലാം പ്രൊമോട്ട് ചെയ്യുക, അവർക്ക് ടാക്സുകൾ ഒഴിവാക്കി കൊടുക്കുക, അങ്ങനെ പല പരിപാടികൾ ചെയ്യുക. പിന്നെ ഫോറിൻ ലോൺ വളരെ പ്രയാസപ്പെട്ട് നമ്മൾ ബാലൻസ് ഇക്വിലിബ്രിയത്തിലല്ലെങ്കിൽ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നമ്മളെ കയ്യിൽ ഇക്വിലിബ്രിയത്തിലല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വിദേശ നാണയം തീരെ ഇല്ലാത്തൊരവസ്ഥ വരികയാണെന്ന് ചെയ്യും, സ്വാഭാവികമായിട്ട് വിദേശം നല്ലൊരു സംഖ്യ ലോണാണ് എടുക്കും. അങ്ങനെ ലോൺ എടുത്തു കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ഒരുപാട് പണം ഇങ്ങോട്ട് ഒഴുകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ഒഴുകിയ പണമായിരിക്കും കൂടുതലുണ്ടാവുക. പിന്നെ ആ പണം പതുക്കെ ഓരോ വർഷം പതുക്കെ ഇങ്ങനെ അടച്ചെടുത്താൽ മതിയല്ലോ ലോണാകുമ്പോൾ, അപ്പോൾ വല്ലാതെ നമ്മളെ ബാധിക്കില്ല. അതാണ് മറ്റൊരു മെത്തേഡ്. അതുപോലെ ഫോറിൻ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വരെ ഇൻസെൻറ്റീവ്സ് കൊടുക്കും. പലപ്പോഴും ഖത്തറൊക്കെ ഉണ്ടല്ലേ, വിസ വേണ്ട, ഒരു മാസം ഇങ്ങോട്ട് വരണമെങ്കിൽ വിസ വേണ്ട അറിയും, എല്ലാവരും ചാടിക്കയറി ഖത്തർക്ക് പോകും. എന്നിട്ട് അവിടെയുള്ള ഫുഡ് കഴിച്ച് അവിടെ പാർക്കിൽ അവിടെ റൂം, നമ്മളെ പൈസ മൊത്തം അവിടെ എത്തും. അതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ ഇന്ത്യയും ഫോറിനേഴ്സിന് കുറച്ച് ഇൻസെൻറ്റീവ്സ് കൊടുത്താൽ, ഇപ്പോൾ ഇന്ത്യക്ക് ഈ ഒരു ജൂൺ മാസത്തിൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വിസ ആവശ്യമില്ല, അല്ലെങ്കിൽ സ്റ്റാമ്പിങ് ഡ്യൂട്ടി കുറച്ച് തരാം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വരും. ഇവിടെ വന്നിട്ട് അവർ ഫുഡ് കഴിക്കലും ഇവിടെ താമസവും ഇവിടെ ഒരുപാട് പൈസ ചിലവഴിക്കലും, അങ്ങനെ കുറേ ഡോളറും പല യൂറോ ഒക്കെ ഇവിടെ എത്തും. അതൊക്കെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അതായത് ഇമ്പോർട്ട് നടത്തിയാൽ ഇവിടുത്തെ നമ്മളെ കയ്യിലുള്ള പൈസ ഒക്കെ പോകും, എക്സ്പോർട്ട് നടത്തിയാൽ അവിടുത്തെ പൈസ ഒക്കെ ഇങ്ങോട്ട് വരും. അപ്പോൾ കൂടുതൽ എക്സ്പോർട്ടാണ് വേണ്ടത്, അതിനും ചെയ്യുന്ന പദ്ധതികളാണിതെല്ലാം. ആൻഡ് ദ നെക്സ്റ്റ് ബാലൻസ് ഓഫ് ട്രേഡും ബാലൻസ് ഓഫ് പേയ്മെൻറ്റും കഴിഞ്ഞാൽ നമ്മളിത് കഴിഞ്ഞു. നമ്മൾ പറഞ്ഞില്ലേ, ബാലൻസ് ഓഫ് ട്രേഡിൽ അതിൽ ഉൾക്കൊള്ളുക ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഓൾ വിസിബിൾ ഐറ്റം. നമ്മൾ കാണാൻ പറ്റുന്ന ഗുഡ്സിൻ്റെ, അതായത് വിസിബിൾ ഐറ്റത്തിന് ഇമ്പോർട്ട് എക്സ്പോർട്ട് അതിൽ പെടുള്ളൂ. ഇതിൽ ഓൾ ഇമ്പോർട്ട് ഈ വിസിബിളും നോൺ വിസിബിളും പെടും. ഇതിൽ കറണ്ട് അക്കൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് നമ്മളെ ഇമ്പോർട്ട് എക്സ്പോർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, വായ്പ വാങ്ങലൊന്നും പെടില്ല. ഇതിൽ കറണ്ടും ക്യാപിറ്റലും ഉണ്ടാവും. വെറും ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് മാത്രം ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഗ്രോത്ത് നമുക്ക് അളക്കാൻ പറ്റില്ല, മറിച്ച് പിന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വേണം. അവിടുത്തെ ഇമ്പോർട്ടും എക്സ്പോർട്ടും അതിൻ്റെ ഗുഡ്സും സർവീസും ക്യാപിറ്റൽ അക്കൗണ്ടും എല്ലാം ബന്ധപ്പെട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എക്കണോമിക് ഗ്രോത്ത് മനസ്സിലാവുള്ളൂ. ഇവിടെ 2 ടൈപ്പ് ബാലൻസാണ് സാധാരണ ഇത് ഉണ്ടാവുക, ഫേവറബിൾ, ഇൻഫേവറബിൾ. എക്സ്പോർട്ട് കൂടി കഴിഞ്ഞാൽ ഫേവറബിൾ, ഇമ്പോർട്ട് കൂടി കഴിഞ്ഞാൽ അൺഫേവറബിൾ. ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഓൾറെഡി എപ്പോഴും ബാലൻസ് ആയിരിക്കും, റെസിപ്റ്റും പേയ്മെൻറ്റും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതൊരു നാരോ കൺസെപ്റ്റാണ്, ഇതൊരു ഒരു വൈഡ് കൺസെപ്റ്റാണ്. കാരണം അതിൽ ക്യാപിറ്റലും അതേപോലെ തന്നെ റവന്യൂ ഇനി നല്ല വ്യത്യാസമുണ്ട്. ആ ബാലൻസ് ആ ഒരു ലാസ്റ്റ് റിസർവ് അക്കൗണ്ടിന് അങ്ങോട്ടോട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അത് ഈക്വൽ ആക്കുന്നത്. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്താ, ബാലൻസ് ഓഫ് ട്രേഡ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക, അത് ഇക്വിലിബ്രിയം ആക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ലാസ്റ്റ് അതാണ് പ്രധാനമായിട്ടും. ഓക്കെ, പിന്നെ ഈ 3 അക്കൗണ്ടുകൾ ഓരോന്നിനെ പറ്റിയിട്ടും മനസ്സിലാക്കി വെക്കുക.